എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശിയെ പറ്റിയാണ്. ഓം നമോ നാരായണായ. ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ്. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി. ഗുരുവായൂരപ്പൻ എന്നാണ് ഭഗവാനെ പൊതുവെ ഭക്തർ വിളിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ആരാധിക്കുന്നതും. അതിന് കാരണമായി പറയുന്നത് ചതുർബാഹുവായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു കാരാഗൃഹത്തിൽ ശ്രീകൃഷ്ണനായി ജനിക്കുന്നതിന് മുൻപേ ദേവകിക്കും വസുദേവർക്കും ദർശനം നൽകുകയും ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. ആ ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ് ഇവിടെ ഭഗവാനെ ആരാധിക്കുന്നത്. ഭൂലോക വൈകുണ്ഠം എന്നാണ് ഗുരുവായൂർ ക്ഷേത്രം പൊതുവെ അറിയപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത്. ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ്, സുതപസ്, കശ്യപൻ, വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയും പൂജ ഏറ്റുവാങ്ങിയതുമായ പാതാളാഞ്ജന നിർമ്മിതമായ വിഷ്ണു വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവനെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ ഗീതാ ദിനമായും ഇത് ആചരിക്കപ്പെടുന്നു. കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ്. ഇതേ ദിവസം തന്നെ സർവ്വദേവീദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ കാര്യം കൂടിയാണ്. ശ്രേഷ്ഠ വ്രതങ്ങളിലൊന്നായാണ് ഗുരുവായൂർ ഏകാദശി വ്രതത്തെ വിശ്വാസികൾ കരുതുന്നത്. ആഹാരം ഒന്നും കഴിക്കാതെയാണ് വിശ്വാസികൾ സാധാരണമായി ഏകാദശി വ്രതം എടുക്കുന്നത്. ശാരീരിക അസ്വസ്ഥതയുള്ളവർ അരിയാഹാരം മാത്രം ഒഴിവാക്കിയും വ്രതമെടുക്കുന്നു. ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തിലും ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, മനഃശാന്തി, രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുമത്രേ. വിഷ്ണുപ്രീതിക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായും വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. ഏകാദശി വ്രതം ഒരു ചാന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായി 2 പക്ഷങ്ങളുണ്ടാകും. ഇരുപക്ഷങ്ങളിലെയും 11ാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണുപ്രീതികരമായി കണക്കാക്കുന്നു. ഏകാദശിയുടെ തലേ ദിവസം ദശമി, പിറ്റേ ദിവസവും ദ്വാദശി കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം. തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് സാധിക്കാത്തവർ തുളസി തീർത്ഥം സേവിച്ച് ദിവസം കഴിക്കുന്നു. പ്രഭാത സ്നാനത്തിന് ശേഷം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം, നാരായണീയം മുതലായ വൈഷ്ണവ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അത്യുത്തമം.
ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാരണ വീട്ടുന്നതോടെ വ്രതം സമാപിക്കുന്നു. ഏകാദശി വ്രതം 2 തരത്തിലുണ്ട്: ദശമി ബന്ധമുള്ളതും ഇല്ലാത്തതും. ദശമി ബന്ധമുള്ള ഏകാദശി അംബരീഷ പക്ഷ ഏകാദശി അഥവാ ഭൂരിപക്ഷ ഏകാദശി എന്നും, ദ്വാദശി ബന്ധമുള്ള ഏകാദശി രുക്മാംഗത പക്ഷ ഏകാദശി അഥവാ ആനന്ദപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ആദ്യത്തേത് സാധാരണ ഹിന്ദുക്കളും രണ്ടാമത്തേത് വൈഷ്ണവരും എടുക്കുന്നു. ആദ്യത്തെ കൂട്ടർക്ക് സൂര്യോദയം മുതലാണ് ദിവസാരംഭം. ഇവരുടെ ചിട്ടയിൽ സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക ഏകാദശി ഉണ്ടെങ്കിൽ അന്ന് വ്രതമെടുക്കാവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് അരുണോദയം മുതൽ, അതായത് സൂര്യോദയത്തിനും 1.5 മണിക്കൂർ മുമ്പ് ആണ് ദിവസം തുടങ്ങുന്നത്. ഇക്കൂട്ടർക്ക് ദശമി ബന്ധം പാടില്ല. തലേ ദിവസം ദശമി കുറച്ചുണ്ടായാൽ പിറ്റേന്ന് ഏകാദശി തീരെയില്ലെങ്കിലും പിറ്റേന്നാണ് ഇവർ വ്രതമനുഷ്ഠിക്കുന്നത്. കേരളത്തിൽ പൊതുവെ രണ്ടാമത്തെ ചിട്ട അനുസരിച്ചാണ് വ്രതം. ഏകാദശിയുടെ 2ാം പകുതിയും ദ്വാദശിയുടെ 1ാം പകുതിയും ചേർന്ന 60 നാഴിക സമയം ഹരിവാസരം എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് ഉറക്കമടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അഖണ്ഡ നാമജപമാണ് ഈ സമയത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമയം കഴിഞ്ഞാണ് പാരണ വീട്ടുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. അത് അംബരീഷ മഹാരാജാവിൻ്റെ കഥയാണ്. അംബരീഷ മഹാരാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹം മുടങ്ങാതെ ഏകാദശി വ്രതം നോൽക്കാറുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഏകാദശി വ്രതം അവസാനിപ്പിക്കാറായപ്പോഴേക്കും ദുർവാസാവ് മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കൂടി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരെ സ്വീകരിക്കുകയും ഉപചരിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പാരണ വീട്ടാനായി തുടങ്ങിയപ്പോൾ ദുർവാസാവ് മഹർഷി താൻ സ്നാനം കഴിച്ചിട്ട് വരാം എന്ന് പറയുകയും ശിഷ്യന്മാരോടൊപ്പം സ്നാനത്തിനായി പോവുകയും ചെയ്തു. സ്നാനത്തിന് പോയ ദുർവാസാവ് മഹർഷി വളരെ നേരം കഴിഞ്ഞിട്ടും മടങ്ങിയെത്താതിരുന്നപ്പോൾ തൻ്റെ വ്രതം മുടങ്ങാതിരിക്കാൻ വേണ്ടി കുറച്ച് ജലം മാത്രം തീർത്ഥം പോലെ അദ്ദേഹം സേവിക്കുകയും അങ്ങനെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ദുർവാസാവ് മഹർഷിക്കായി കാത്തിരിക്കുകയാണ്. സ്നാനം കഴിഞ്ഞ് ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും കൊട്ടാരത്തിലേക്ക് എത്തി. ദുർവാസാവ് മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി അംബരീഷ മഹാരാജാവ് വ്രതം അവസാനിപ്പിച്ച കാര്യം. അദ്ദേഹം തീർത്ഥജലം മാത്രം സേവിച്ചാണ് വ്രതം നിർത്തിയത്. പക്ഷേ മഹാന്മാർ എല്ലായ്പ്പോഴും തീർത്ഥജലത്തിനെ ആഹാരമായി പലപ്പോഴായും സങ്കല്പിക്കുകയും അങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും അദ്ദേഹം ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ദുർവാസാവ് മഹർഷിക്കായി കാത്തിരിക്കുകയുമായിരുന്നു. എന്നാൽ ഇതൊന്നും ദുർവാസാവ് മഹർഷിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം തീർത്ഥജലം സേവിച്ചതിനെ തന്നെ അദ്ദേഹം വളരെയധികം തെറ്റായി കാണുകയും അദ്ദേഹം അതിൽ ക്രുദ്ധനായി കൃത്യ എന്നൊരു രാക്ഷസിയെ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ച് കൃത്യ എന്ന രാക്ഷസിയെ സൃഷ്ടിക്കുകയും ആ രാക്ഷസിയോട് അംബരീഷ മഹാരാജാവിനെ കൊല്ലാനായി കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഭക്തന്മാരുടെ ദാസനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഇതെല്ലാം കണ്ട് അടങ്ങിയിരിക്കില്ല. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ സുദർശന ചക്രത്തിനെ അംബരീഷ മഹാരാജാവിൻ്റെ രക്ഷയ്ക്കായി അയക്കുകയും സുദർശന ചക്രം കൃത്യയെ ആദ്യം കൊല്ലുകയും പിന്നീട് ദുർവാസാവ് മഹർഷിക്ക് നേരെ തിരിയുകയും ചെയ്തു. അംബരീഷ മഹാരാജാവ് അപ്പോഴും കൈകൂപ്പി നിൽക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും ദുർവാസാവ് മഹർഷിയെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ദുർവാസാവ് മഹർഷി ഓരോ ദേവന്മാരുടെ അടുത്തേക്കും പോവുകയും ബ്രഹ്മാവിൻ്റെ അടുത്തും ശിവഭഗവാന്റെ അടുത്തും ശ്രീ മഹാവിഷ്ണുവിൻ്റെ അടുത്തും എത്തുകയും എന്നാൽ വിഷ്ണു ഭഗവാനും പറയുകയുണ്ടായി, അംബരീഷ മഹാരാജാവിനല്ലാതെ മറ്റാർക്കും അത് തടുത്തു നിർത്താൻ കഴിയുകയില്ല എന്ന് പറയും. അങ്ങനെ അവസാനം ഗതികെട്ട ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച്, അങ്ങയുടെ മഹത്വം എനിക്ക് മനസ്സിലായി, അങ്ങ് ദയവായി ഈ സുദർശന ചക്രത്തിനെ മടക്കി അയക്കണം എന്ന് പറയുകയും അദ്ദേഹം
അപ്പോൾ തന്നെ പെട്ടെന്ന് മഹർഷിയെ പിടിച്ചെണീപ്പിച്ച് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കുകയുണ്ടായി. ഭഗവാനെ, അങ്ങ് എനിക്ക് വേണ്ടി ഇത്രയധികം ചെയ്തല്ലോ, അങ്ങ് ദയവ് ചെയ്ത് ഈ സുദർശന ചക്രത്തിനെ മടക്കി വിളിക്കണം എന്ന് പറയുകയും അങ്ങനെ അംബരീഷ മഹാരാജാവിൻ്റെ അഭ്യർത്ഥന ഭഗവാൻ മഹാവിഷ്ണു അംഗീകരിക്കുകയും സുദർശനത്തിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഇതാണ് ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11 ബുധനാഴ്ചയാണ് 2024. ഇനി ഏകാദശിയോടനുബന്ധിച്ചുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളെപ്പറ്റി പറയാം. ഏകാദശിക്ക് ഒരു മാസം മുമ്പ് തുലാമാസത്തിലെ വെളുത്ത ഏകാദശി നാളിൽ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നു. ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലുള്ള പറമ്പോട്ട് അമ്മണിയമ്മയുടെ പേരിലാണ്. ഇവരെ കൂടാതെ വിവിധ വ്യക്തികളും സംഘടനകളും ഇതിനോടനുബന്ധിച്ച് വിളക്കുകൾ നടത്തി വരുന്നുണ്ട്. അവയ്ക്ക് ഓരോന്നിനും നടത്തിപ്പുകാരുടെ പേരനുസരിച്ച് വിശേഷാൽ പേരുകളും പറയപ്പെടുന്നു. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകർ നടത്തുന്ന കോടതി വിളക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിന് SBI വിളക്ക്, കേരള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിന് പോലീസ് വിളക്ക്, അയ്യപ്പ സേവാസംഘം നടത്തുന്ന വിളക്കിന് അതുമായി ബന്ധപ്പെട്ട പേര്, ക്ഷേത്രം പാരമ്പര്യാവകാശികളായ പത്തുകാരുടെ വിളക്കിന് അതുമായി ബന്ധപ്പെട്ട വിളക്ക്, അങ്ങനെ നീണ്ടുപോകുന്നു പേരുകളുടെ നിര. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ധാരാളമായി ഭക്തർ ദർശനത്തിനെത്തുന്നു. ഈ സമയം ശബരിമല തീർത്ഥാടന കാലം കൂടിയായതിനാൽ ഭക്തജന തിരക്ക് 10 മടങ്ങാവും. ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് വരുന്ന പഞ്ചമി മുതൽ നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്നറിയപ്പെടുന്നു. മറ്റുള്ള വിളക്കുകൾ നടത്തുന്നത് പ്രത്യേകം ദിവസങ്ങളിലാണെങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത്. ഇവ നടത്തുന്നത് ഓരോ കുടുംബക്കാരായതുകൊണ്ട് പാരമ്പര്യ വിളക്കുകൾ എന്ന പേര് ഈ വിളക്കുകൾക്ക് വന്നത്. പഞ്ചമി വിളക്ക് നടത്തുന്നത് കാപ്രാട്ട് കുടുംബക്കാരാണ്. ഷഷ്ടി വിളക്ക് നടത്തുന്നത് മാണിക്യത്ത് കുടുംബക്കാരും. മാണിക്യത്ത് കുടുംബത്തിലെ കാരണവരായിരുന്ന ചന്ദ്രശേഖര മേനോൻ്റെ പേരിലാണ് ഷഷ്ടി വിളക്ക് നടത്തുന്നത്. സപ്തമി നാളിലെ വിളക്ക് നടത്തുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധ ബ്രാഹ്മണ കുടുംബമായ നെന്മിനി മനക്കാരാണ്. ഈ വിളക്കിന് സവിശേഷ പ്രാധാന്യമുണ്ട്. സാധാരണ വിളക്കുകൾക്ക് നെയ്യോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വിളക്കിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നെന്മിനി മനപ്പറമ്പിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ കൊണ്ടാണ് വിളക്കുകൾ തെളിയിക്കുന്നത്. വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു. അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കുടിച്ചു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. അഷ്ടമി വിളക്ക് നടത്തുന്നത് പുലിക്കീഴ് വാര്യക്കാരും നവമി വിളക്ക് നടത്തുന്നത് കോളാടി വീട്ടുകാരുമാണ്. ദശമി ദിനത്തിലെ വിളക്ക് നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് എന്ന സംഘടനയാണ്. ഭാഗവതാചാര്യനും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനുമായിരുന്ന ആഞ്ഞം മാധവൻ നമ്പൂതിരി തുടങ്ങിവെച്ച ഈ സംഘടന 1970 ദശമി വിളക്കിൻ്റെ ചുമതല ഏറ്റെടുത്തത്. മുമ്പ് ഈ വിളക്ക് നടത്തി വന്നിരുന്ന കുടുംബം അന്യം നിന്നു പോയതിനെ തുടർന്നായിരുന്നു ഇത്. അഷ്ടമി മുതലുള്ള വിളക്കുകൾക്ക് ഭഗവാന്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. ഈ വിളക്കുകൾക്കെല്ലാം അകമ്പടിയായി പഞ്ചവാദ്യം, പഞ്ചാരിമേളം, നാദസ്വരം എന്നിവയോടുകൂടിയ വിശേഷാൽ കാഴ്ചശീവേലികളും ഉണ്ടാകും. ദശമി നാളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി നാളിൽ രാവിലെ 9 മണി വരെ പൂജകൾക്കും ദീപാരാധനയ്ക്കുമല്ലാതെ നടയടയ്ക്കില്ല. ഏകാദശി നാളിലെ നിർമാല്യ ദർശനം അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നു. അന്നേ ദിവസത്തെ ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ്. രാവിലെ 7 മണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണമുണ്ടാകും. ഏകാദശി വ്രതം നോക്കുന്ന ഭക്തർ ആഹാരമേ കഴിക്കരുതെന്നാണ് ചിട്ടയെങ്കിലും ശാരീരിക സ്ഥിതി അനുകൂലമല്ലാത്തവർ അരിയാഹാരം മാത്രമേ ഒഴിവാക്കാറുള്ളൂ. എന്നാൽ ഗുരുവായൂരപ്പന് അന്നും നിവേദ്യങ്ങൾ സാധാരണ പോലെയാണ്. ഏകാദശി നാളിൽ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്കായി വിശേഷാൽ പ്രസാദ ഊട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഗോതമ്പ് ചോറ്, കാളൻ, ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി ഊട്ടിനുള്ള വിഭവങ്ങൾ. രാവിലത്തെ കാഴ്ചശീവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പുണ്ടാകും.
3 ആനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിലുണ്ടാകുന്നത്. വലിയ ആഘോഷത്തോടു കൂടിയ എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെത്താൻ ഒരുപാട് സമയമെടുക്കും. വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പുണ്ടാകും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഭീമാകാരമായ രഥമല്ല പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്നത്. താരതമ്യേന വളരെ ചെറിയൊരു രഥമാണ്. സ്വർണത്തിൽ തീർത്ത ഈ രഥം സ്റ്റിയറിംഗ് കൊണ്ടാണ് ഓടിക്കുന്നത്. രഥത്തിൻ്റെ മുന്നിൽ ചമ്മട്ടിയേന്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പുറകിൽ തൊഴുതു നിൽക്കുന്ന അർജുനൻ്റെയും രൂപങ്ങൾ പണിതു വച്ചിട്ടുണ്ട്. 1977 നടന്ന പാർത്ഥസാരഥി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങ് ആരംഭിച്ചത്. രഥമെഴുന്നള്ളിപ്പിന് അകമ്പടിയായി ഭക്തരുടെ നാമജപവും ഉണ്ടാകും. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഏറെ സമയമെടുക്കും. തുടർന്ന് ക്ഷേത്രത്തിലെ കുളമടക്കം വലം വച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നത്. ഏകാദശി ദിവസം അർദ്ധരാത്രി, ദ്വാദശി ദിവസം പുലർച്ചെ ദ്വാദശി പണം സമർപ്പിക്കൽ എന്ന വിശേഷാൽ ചടങ്ങ് ആരംഭിക്കും. ക്ഷേത്രം കൂത്തമ്പലത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. ശുഗപുരം, പെരുവനം, ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാരായ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്ക് ഭക്തർ ദക്ഷിണ നൽകുന്ന ചടങ്ങാണിത്. ബ്രാഹ്മണ ശ്രേഷ്ഠരായ അഗ്നിഹോത്രിമാർക്ക് ദക്ഷിണ നൽകുന്നത് അതീവ പുണ്യകരമായ കാര്യമാണെന്ന് വിശ്വസിച്ചു വരുന്നു. ആദ്യത്തെ ദക്ഷിണ സമർപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നാണ് വിശ്വാസം. ഭഗവത് പ്രതിനിധിയായി മേൽശാന്തിയാണ് ദക്ഷിണ സമർപ്പിക്കുന്നത്. തുടർന്ന് ദേവസ്വാധികാരികളും അവസാനം ഭക്തരും സമർപ്പിക്കുന്നു. രാവിലെ 9 മണിവരെ പണം സമർപ്പിക്കൽ അനുസ്യൂതം തുടരുന്നു. ദ്വാദശി നാളിൽ രാവിലെ 7 മണിക്ക് ദ്വാദശി ഊട്ട് നടത്തുന്നു. ഇടിച്ചു പിഴിഞ്ഞ പായസത്തോടുകൂടെ നടത്തുന്ന സദ്യയാണിത്. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് 3:30 തുറക്കൂ. ഈ സമയം വിവാഹം, ചോറൂൺ, തുലാഭാരം തുടങ്ങിയ കർമ്മങ്ങളൊന്നും നടത്താറില്ല. ദ്വാദശിയുടെ പിറ്റേ ദിവസം ത്രയോദശി നാളിൽ നടത്തുന്ന ത്രയോദശി ഊട്ട് തൻ്റെ ഭക്തനായിരുന്ന ഒരു പരദേശി ബ്രാഹ്മണൻ്റെ ശ്രാദ്ധം ഭഗവാൻ തന്നെ ഊട്ടുന്ന ചടങ്ങായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മത്തനും നേന്ത്രപ്പഴവും ചേർന്നുള്ള പച്ചടി, മത്തൻ പൊടിത്തൂവൽ, ഇളവൻ, ചേന, പയർ കൂട്ടുകറി, രസം, പിണ്ടിപ്പായസം എന്നിവയോടുകൂടിയ ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ അവസാനിക്കുന്നു. ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ വളരെ ചെലവേറിയ ഒരു പൂജയാണിത്. ഒരു ദിവസം 24 മണിക്കൂറും ഇത് നടക്കുന്നു. മറ്റ് വിശേഷാൽ ചടങ്ങുകളൊക്കെയുള്ള പൂജയാണ് ഉദയാസ്തമന പൂജ. ഇത് ഉദയം മുതൽ അസ്തമനം വരെയാണ് നടത്തപ്പെടുന്നത്. ഗുരുവായൂർ ഏകാദശി നാളിൽ സാധാരണയായി ഉദയാസ്തമന പൂജ നടന്നു വരാറുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.